ആരോപണമില്ല. ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. ആരോപണത്തിൽ ലീഗിന്റെ ഒരു ചരിത്രം കൂടി അതിനകത്ത് പറയുന്നത്. ആവശ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോ ഇത് സംബന്ധിച്ച എല്ലാ വിവരവും നിങ്ങൾക്ക് അറിയാം എന്നിട്ട് ഉറക്കം നടിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സംശയമില്ല. ജനങ്ങൾക്ക് സംശയമുണ്ട് സാഹിബേ. ജമാഅത്തുമായുള്ള UDFന്റെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൽ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നല്ല കുട്ടികളാണെന്ന VD സതീശന്റെ അഭിപ്രായം തന്നെയാണോ ഇപ്പോൾ മുസ്ലിം ലീഗിനും അഖിലേന്ത്യാ നേതൃത്വത്തിനും ഈ നിലപാടാണോ? സതീശൻ പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ നയങ്ങളും നിലപാടുകളുമെല്ലാം പാടെ മാറ്റിയോ? ജമാഅത്തിയുടെ നിരുപാധിക പിന്തുണ ഞങ്ങൾക്കുണ്ടെന്നും അത് സ്വീകരിച്ചു എന്നും സതീശൻ പറയുന്നത് അത്ര എളുപ്പത്തിൽ ദഹിക്കുന്നതാണോ ലീഗിന്? ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാനുള്ള കോൺഗ്രസ് ശ്രമം അത്ര നിഷ്കളങ്കമല്ല. ജമാഅത്തെ ഇസ്ലാമി പഴയ പോലെയല്ലെന്നും മതരാഷ്ട്രവാദികളല്ലെന്നുമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പക്ഷം. അവരെ ആ വാദമൊന്നും അവര് ഇല്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. 4 വോട്ടിനു വേണ്ടി വർഗീയതയുടെ കൂട്ടുതേടുന്നത് പാരമ്പര്യത്തിന്റെ വീമ്പ് പറയുന്ന കോൺഗ്രസ് ആണെന്നതാണ് അത്ഭുതം. ഒരു വർഗീയവാദിയുടെയും വിഘടനവാദിയുടെയും പിന്തുണ LDFന് വേണ്ട എന്ന ഇപ്പുറത്ത് ഒരു മുഖ്യമന്ത്രി ആണയിട്ട് പറയുമ്പോൾ പ്രതിപക്ഷം നാടിനെ വർഗീയ ഭൂമിയാക്കാനുള്ള പണിപ്പുരയിലാണ്. ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ഞങ്ങൾക്ക് ആവശ്യമില്ല. ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് അറിയാത്തവരല്ലല്ലോ UDF നേതാക്കൾ. കേരളത്തിലെ മറ്റ് മുസ്ലിം സംഘടനകൾ എപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് ഇവരെടുത്ത നടപടി ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിൽ സംശയം വേണ്ട. കോൺഗ്രസിന്റെ ഈ വർഗീയ കൂട്ടുകെട്ട് ഭാവി കേരളത്തെ അപകടപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരു ഘട്ടത്തിലും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ തേടി ഇടതുപക്ഷം പോയിട്ടില്ല. ഞങ്ങൾ സഹകരിച്ചിട്ടില്ല, ഞങ്ങളുമായിട്ട് യാതൊരു സഹകരണം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു തരത്തിലും രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല, രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഞങ്ങൾ അന്നും ഉണ്ടാക്കിയില്ല, ഇന്നും ഉണ്ടാക്കിയില്ല, നാളെ ഉണ്ടാക്കുകയും ചെയ്യാം. കേരളത്തിൽ എക്കാലവും ജമാഅത്തിന്റെ വോട്ടും പിന്തുണയും UDFനാണ് ലഭിച്ചത്. ഞങ്ങൾക്ക് അവർ നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. തുടക്കം മുതൽ ഇടതുവിരുദ്ധത പ്രചരിപ്പിച്ചവരാണവർ. സംഘപരിവാറും ജമാഅത്ത് പരിവാറും തമ്മിലുള്ള അന്തർധാരയും എന്നും സജീവമായിരുന്നു. കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാനായി മൗദൂദിസ്റ്റുകൾ BJPയുമായി സഖ്യമുണ്ടാക്കിയത് കഴിഞ്ഞ കൊല്ലമാണ്. അന്ന് വർഗീയതയ്ക്കെതിരെ കൂടി തരിഗാമി നേടിയ വിജയം മറ്റാരേക്കാളും ജമാഅത്തിനേറ്റ തിരിച്ചടിയായി. ജമാഅത്തിന് കോൺഗ്രസുമായി പരസ്യബന്ധമാണെങ്കിൽ രഹസ്യബന്ധം RSSുമായുമുണ്ട്.